പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോസ് ചെടികളെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ റോസ് ചെടികളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണ് ഇത് കേട്ടോ. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഒരുപാട് മുട്ടുകളോട് കൂടി നമ്മൾ റോസ് ചെടികൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ മഴയൊക്കെ ഉള്ള ഒരു സമയമാണ്. ഇവിടെ അധികം മഴയൊന്നുമില്ല കേട്ടോ. ഒരു 2-3 ദിവസം നന്നായിട്ട് മഴ ഉണ്ടായിരുന്നു. പിന്നെ ചാറ്റൽ മഴ പോലെ വന്ന് പോകുന്നേ ഉള്ളൂ. അധികം ശക്തമായിട്ടുള്ള മഴയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മഴ സമയത്ത് നമ്മൾ ചെടികൾ നമ്മൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ഇത് വൈറ്റ് റോസാണ്. ഒരുപാട് മുട്ടുകളോട് കൂടി നിൽക്കുന്നുണ്ട്. ഈ മഴ സമയത്ത് നമ്മൾ വളങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടോ ചെടികൾക്ക്. ഈ ഒരു ചെടി കണ്ടോ, ഇതിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കമ്പുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചെടിയിൽ ഒരുപാട് ലീഫുകൾ ഇങ്ങനെ മഞ്ഞ നിറത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ലീഫുകളൊക്കെ നമ്മൾ ചെടിയിൽ നിന്ന് നിർബന്ധമായിട്ടും എടുത്ത് കളയുക. ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെടിയുടെ ചുവട് നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ചെടിയിൽ ഇങ്ങനെയുള്ള ലീഫുകൾ, മഞ്ഞളിച്ച ലീഫുകളോ അതുപോലെ ഉണങ്ങിയ ലീഫുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെടിയിൽ നിന്ന് നിർബന്ധമായിട്ടും എടുത്ത് മാറ്റണം കേട്ടോ. ചെടിയെ എപ്പോഴും നമ്മളൊന്ന് കെയർ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണ് കേട്ടോ. ഇത് നമ്മൾ ചെറിയൊരു കമ്പ് നിലത്ത് നട്ടിട്ടുണ്ടായിരുന്നതാണ്. നട്ടിട്ട് കുറച്ചായി. ചെറിയൊരു കമ്പാണ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. അത് നല്ല രീതിയിൽ വേര് പിടിച്ച് വന്നിട്ടുണ്ട്. മാത്രമല്ല നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചെടികൾ പോട്ടിൽ നടുന്നതിനേക്കാളും ഒന്നുകൂടെ വേരോട്ടുണ്ടാവൽ നിലത്ത് നടുന്ന സമയത്താണ്. നമ്മൾ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും മണ്ണിൽ നിന്ന് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളൊക്കെ ചെടി തന്നെ സ്വയം വലിച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരും. നമ്മൾ ചട്ടിയിൽ വളർത്തുന്ന സമയത്ത് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രമേ ചെടികൾക്ക് അത് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വളർച്ചയുടെ മാറ്റം നമ്മളിങ്ങനെ നിലത്ത് നടുന്ന സമയത്ത് ഉണ്ടാവും. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ഈ ചെടികളൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കമ്പുകളൊക്കെ കിളിർപ്പിച്ചെടുക്കാറുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്നവർ കമ്പുകളൊക്കെ പെട്ടെന്ന് കിളിർത്ത് കിട്ടാൻ നല്ലത് മഴക്കാലമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഈ സമയത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നിലത്ത് നട്ടതായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ടെന്ന് മാത്രമല്ല നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട്. നമ്മളിതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ ബാലൻസ് വരുന്നത് അതേപടി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ മറ്റ് വളങ്ങളൊന്നും ഇതിന് കൊടുക്കാറില്ല. നമ്മൾ പോട്ടിലുള്ള റോസ് ചെടികൾക്ക് ഒരുപാട് തരത്തിലുള്ള വളങ്ങളൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും നിലത്ത് നമ്മൾ നട്ടിട്ടുള്ള ഇതുപോലെയുള്ള ചെടികൾക്കൊന്നും നമ്മൾ അങ്ങനെ വളങ്ങൾ കൊടുക്കാറില്ല. ഇതുപോലെ നമ്മൾ കുറച്ച് കമ്പുകൾ പോട്ടിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അത് വെയിൽ സമയത്ത് നട്ടതായതുകൊണ്ട് അതൊന്നും നമുക്ക് കിളിർത്ത് കിട്ടിയിട്ടില്ല. ഈ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ഒരു റോസാണ് കേട്ടോ. ഇത് നമ്മൾ അതുപോലെ പോട്ടിൽ നട്ടിട്ടുള്ള ഒരു ഓർക്കിഡ് റോസ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രാഞ്ചോട് കൂടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെടിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെടിയിൽ ഒരുപാട് കമ്പുകൾ, ഉണങ്ങി നിൽക്കുന്ന കമ്പുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കമ്പുകൾ, അതുപോലെ തന്നെ കൊഴിയാറായി നിൽക്കുന്ന പൂക്കൾ, അങ്ങനെയുള്ള കമ്പുകളും പൂക്കളൊക്കെ നമ്മൾ ചെടിയിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം. കാരണം നമ്മൾ ചെടിയിൽ അങ്ങനെയുള്ള കമ്പുകളൊക്കെ നിർത്തുന്ന സമയത്ത് ഉണങ്ങിയ കമ്പുകളൊക്കെ ഒരു കമ്പിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഉണങ്ങിയിട്ടുള്ളെങ്കിൽ അത് അതേപടി നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി പോകുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കട്ട് ചെയ്ത് കളയുക. ഈ ഒരു ചെടിയിൽ കണ്ടോ, ഇതുപോലൊരു കമ്പ്, ഇങ്ങനെ നമ്മൾ കമ്പുകൾ ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കളയാഞ്ഞാൽ അത് ആ കമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോവും. അങ്ങനെ വന്നതാണ് ഇത്. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് സാഫോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നതും നല്ലതാണ് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ അതല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും സാഫ് പോലെയുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നല്ല പോലെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ഗ്രാം എന്ന അളവിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെടിയുടെ ലീഫിലും തണ്ടിലൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു മഴ സമയത്ത് നമ്മൾ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നിർബന്ധമായിട്ടും ഫംഗിസൈഡ് നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നല്ല
കാറ്റാണ്. അധികം മഴയൊന്നുമില്ല. മഴക്കാറ് നല്ല രീതിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മഴ തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ ചെടികൾക്കൊന്നും വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി അഥവാ വളങ്ങൾ കൊടുക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ രാസവളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ജൈവവളങ്ങൾ കൊടുക്കരുത്. ചാണകപ്പൊടി, അതുപോലെ തന്നെ പച്ചച്ചാണകം, അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ പഴങ്ങളുടെ വേസ്റ്റുകളൊക്കെ നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളതൊന്നും ഈ മഴക്കാലത്ത് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാസവളം കൊടുക്കുക. ഞാൻ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒരു വളം കൊടുക്കാറില്ല. മഴക്കാലത്ത് ചെടികൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരും. മഴവെള്ളം ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പോട്ടി മിക്സൊക്കെ നമ്മൾ നല്ല രീതിയിൽ നിർവാർച്ചയുള്ള പോട്ടി മിക്സിലാണ് ചെടികൾ പോട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ വെള്ളമൊന്നും കെട്ടി നിൽക്കില്ല. ഇനി അതല്ല, നിർവാർച്ചയില്ലാത്ത പോട്ടി മിക്സിലാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ചെടികൾ നന്നായിട്ട് നമുക്ക് ഈ മഴക്കാലത്തും വളർത്തിയെടുക്കാൻ പറ്റും. ഈ ചെടികളൊന്നും ഞാൻ മഴയാണെന്ന് കരുതി ഷെയ്ഡ് ഭാഗത്തേക്കൊന്നും മാറ്റി വെക്കാറില്ല. മഴത്താണെങ്കിലും വെയിലത്താണെങ്കിലൊക്കെ ഒരേ സ്ഥലത്താണ് നമ്മളെ ചെടികളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ചെടികളെ മഴക്കാലത്ത് എപ്പോഴും നല്ല രീതിയിലൊന്ന് കെയർ ചെയ്യുക. ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ വീണ് കിടക്കുന്ന ലീഫുകളൊക്കെ ക്ലീൻ ചെയ്ത് ചെടിയുടെ ചുവട് എപ്പോഴും ഒന്ന് വൃത്തിയാക്കിയിടുക. ഒരുപാടധികം വളങ്ങളൊന്നും കൊടുക്കാതെ നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ ഫംഗിസൈഡൊക്കെ കൊടുത്തിട്ട് ചെടികളെ നമ്മളൊന്ന് ഹെൽത്തിയാക്കി നിർത്തിയാൽ മതി. ചെടികളിൽ ഒരുപാട് ഫ്ലവർ വയ്ക്കാനല്ല ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചെടികൾ ഹെൽത്തി ആയിട്ട് നിർത്താനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നല്ല കാറ്റാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.